ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു എഡ്ഫിൽ ലേണിംഗ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് 2025 സെപ്റ്റംബറിൽ നടന്നിട്ടുള്ള സൈക്കോളജിയുടെ കാറ്റഗറി 3 സൈക്കോളജിയുടെ മുൻ വർഷ ചോദ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ PYQ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് സംഭവിക്കും? കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ക്വസ്റ്റ്യൻ്റെ പാറ്റേൺസിനെ പറ്റി മനസ്സിലാക്കാം, ഡയറക്റ്റ് ആയിട്ടാണോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ലെവലിലാണോ ചോദ്യങ്ങൾ വരുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: വാട്ട് വെർച്യു ഈസ് ഡെവലപ്ഡ് ഡ്യൂറിങ് ദ സ്റ്റേജ് ഓഫ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ? ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം, എറിക്സന്റെ സൈക്കോ സോഷ്യൽ തിയറിയുമായിട്ട് അല്ലേ ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ? അവിടെ ഡെവലപ്പ് ചെയ്യപ്പെടുന്ന വേർച്യു ഏതാണ്? ലവ് ആണ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ, അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് ഏതാണ്? ലവ് ആണ്. വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അച്ചീവിങ് പേഴ്സണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രോത്ത്, സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ നീഡ് ബേസ്ഡ് ഓൺ മാസ്ലോസ് തിയറി അല്ലേ? മാസ്ലോന്റെ ഹൈറാർക്കി നീഡ് തിയറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. എന്താണ് ചോദ്യം? അച്ചീവിങ് പേഴ്സണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രോത്ത് അല്ലേ? പേഴ്സണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രോത്ത് ഏത് ലെവലുമായി ബന്ധപ്പെട്ടതാണ്? നമുക്കറിയാം സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. വളരെ കഠിനമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ സാധിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്തത്, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ടെക്നിക് ഓർ ടെക്നിക്സ് വിച്ച് ക്യാൻ ഫോസ്റ്റർ ക്രിയേറ്റിവിറ്റി. നമ്മുടെ ക്രിയേറ്റിവിറ്റീനെ ഫോസ്റ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടെക്നിക് അല്ലെങ്കിൽ ടെക്നിക്സ് ഇതിൽ ഏതാണ് എന്നതെല്ലാം ചോദ്യം. ഓപ്ഷൻ നോക്കിക്കേ: റോൾ പ്ലേയിങ്, ബ്രെയിൻ സ്റ്റോമിങ്, സിനറ്റിക്സ്, മൈൻഡ് മാപ്പിംഗ്. ക്രിയേറ്റിവിറ്റീനെ ഫോസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ ഏതൊക്കെ ടെക്നിക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക? എല്ലാ ടെക്നിക്സും നമ്മൾ ഉപയോഗിക്കുന്നില്ലേ? റോൾ പ്ലേ എന്ന് പറഞ്ഞാൽ എന്താ? റോൾ പ്ലേയിലൂടെ നമ്മൾ ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ആയി വരും. ബ്രെയിൻ സ്റ്റോമിങ് പറഞ്ഞാൽ എന്താണ്? ഏതെങ്കിലും ഒരു പ്രോബ്ലത്തെ നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ, അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ആളുകൾ കൂടിയിരുന്ന് അതിനെ പറ്റി ഒന്ന് ചിന്തിച്ച് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ഒരു കാര്യമാണ് ബ്രെയിൻ സ്റ്റോമിങ്. സിനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം ചില എക്സാമ്പിളുകളൊക്കെ വെച്ച് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, സ്കൂളിനെ നമ്മൾ ഒരു തോട്ടായിട്ട് കൺസിഡർ ചെയ്യുക അല്ലേ? സ്കൂൾ ഒരു തോട്ടാണെങ്കിൽ ആ തോട്ടത്തിൽ അധ്യാപകൻ ആരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളില്ലേ, അങ്ങനെയാണ് സിനറ്റിക്സ് എന്ന് പറയുന്നത്. മൈൻഡ് മാപ്പിംഗ് നമുക്കറിയാം, നമ്മൾ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എടുത്തിട്ട് അതിനെ ലിങ്ക് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് മൈൻഡ് മാപ്പിംഗ്. അപ്പോൾ എല്ലാത്തിലൂടെയും നമുക്ക് എന്ത് ഇൻക്രീസ് ആവുന്നുണ്ട്? എന്താണ് ഇവിടെ ഇൻക്രീസ് ആവുന്നത്? ക്രിയേറ്റിവിറ്റിയാണ് ഇൻക്രീസ് ആവുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്താണ്? ഓൾ ആർ കറക്റ്റ് എന്നതാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ: സെലക്ട് ദ പെർസെൻറ്റേജ് ഓഫ് ഡിസബിലിറ്റി റിക്വയർഡ് ഫോർ എ പേഴ്സൺ ടു ബി എലിജിബിൾ ഫോർ ദ ബെനിഫിറ്റ് അണ്ടർ PWD ആക്ട്. എന്താ ചോദ്യം? PWD ആക്ട് 1995 PWD ആക്ട് അല്ലേ? പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ആണ്. ഈ ആക്ട് പ്രകാരം ഒരാൾക്ക് എന്തിൻ്റെ എലിജിബിൾ ആണ് ചോദിക്കുന്നത്? ഡിസബിലിറ്റി കിട്ടുന്ന എലിജിബിലിറ്റി ഉണ്ടായിരിക്കും അല്ലേ? ആ ബെനിഫിറ്റ് കിട്ടാനുള്ള ഒരു വ്യക്തിയുടെ എലിജിബിൾ എത്ര % ആണെന്നാണ് ചോദിക്കുന്നത്. 30, 40, 50, 60 എത്രയാണ്? 40% ആണ് എന്നുള്ളത്. 40% ആണ്. അതായത് ഒരു വ്യക്തി അതിൻ്റെ ബെനിഫിറ്റ് അല്ലേ, അതായത് ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് അതിൻ്റെ ആവശ്യമായിട്ടുള്ള ബെനിഫിറ്റ് കിട്ടാനുള്ള എലിജിബിലിറ്റി എന്ന് പറയുന്നത് അവർക്ക് എത്ര % ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്? 40%. ഏത് ആക്ട് പ്രകാരമാണ്? PWD ആക്ട് പ്രകാരമാണ്. അടുത്ത ചോദ്യം: Raju made a meaningful word by combining the first letter of 5 northeastern states. For memorization of that state, select the most suitable term for this technique. എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് പറയുന്നത്? രാജു 5 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റിനെ ഓർമ്മിക്കാൻ വേണ്ടി എന്ത് ചെയ്തു? അതിൻ്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് എല്ലാം കൂടി യോജിപ്പിച്ചുകൊണ്ട് ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാണ്? രാജുവിന് പെട്ടെന്ന് അത് മെമ്മറബിൾ ആവാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് രാജു യൂസ് ചെയ്തൊരു ടെക്നിക്കാണ് എന്ത്? ഫസ്റ്റ് ലെറ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്
ഒരു പുതിയ വേർഡ് ഉണ്ടാക്കി അങ്ങനെ അത് ആലോചിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ടെക്നിക്കിന് നമ്മൾ പറയുന്ന പേരാണ് എക്രോണിംസ് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പൊ വിബ്ജിയോർ ആയിക്കോട്ടെ, യുനെസ്കോ തുടങ്ങിയതൊക്കെ എന്താണ്, ആ ഒരു കാര്യത്തിന്റെ ആ ഒരു വേർഡിന്റെ ഫസ്റ്റ് ലെറ്റേഴ്സ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്, നമുക്ക് പെട്ടെന്ന് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. ആ ഒരു ടെക്നിക്കിന് പറയുന്നതാണ് എക്രോണിംസ് എന്ന് പറയുന്നത്. ഇതും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ചോദ്യം നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ക്യാൻ ഹാം ഗ്രൂപ്പ് ഡൈനാമിക്സ്. എന്താ ചോദ്യം? ഗ്രൂപ്പ് ഡൈനാമിക്സിന് ഹാംഫുൾ ആയത് ഏതാണ് എന്നതാണ്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പർ, എക്സ്പെക്ടേഷൻസ് ഓഫ് ഗ്രൂപ്പ് മെമ്പർ, കോമ്പറ്റീഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പർ ആൻഡ് സെൽഫ് എസ്റ്റീം ഓഫ് ഗ്രൂപ്പ് മെമ്പേഴ്സ്. ഏതാണ് അല്ലേ? ഇത് എല്ലാവർക്കും പെട്ടെന്ന് കിട്ടുന്ന ആൻസർ ആണ് കോമ്പറ്റീഷൻസ് എമംഗ് ദ ഗ്രൂപ്പ് മെമ്പർ. നമുക്കറിയാം ഗ്രൂപ്പ് ഡൈനാമിക്സ് ഏറ്റവും നല്ല രീതിയിലാവണമെങ്കിൽ അവിടെ എന്ത് വരരുത്, കുട്ടികൾ തമ്മിൽ അല്ലെങ്കിൽ ആ ഗ്രൂപ്പിലെ മെമ്പേഴ്സ് തമ്മിൽ എന്തുണ്ടാവാൻ പാടില്ല, കോമ്പറ്റീഷൻ ഉണ്ടാവാൻ പാടില്ല. ഇത്തരത്തിൽ കോമ്പറ്റീഷൻ ഉണ്ടായാൽ അവിടെ എന്തായിരിക്കും, അവിടെ ഉണ്ടാവുന്ന കോപ്പറേഷൻ അല്ലെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടാവുന്ന കൊളാബറേഷൻ അത് എഫക്റ്റ് ചെയ്യും. അപ്പൊ ഗ്രൂപ്പ് ഡൈനാമിക്സിന് ഹാം ആവുന്ന കാര്യം എന്താണ്, ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ എമംഗ് ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണ്. അടുത്ത ചോദ്യം, സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് റിലേറ്റഡ് വിത്ത് ലേണിംഗ് ഡിസബിലിറ്റി. ചോദ്യം എന്തിനെ പറ്റിയിട്ടാണ്? ലേണിംഗ് ഡിസബിലിറ്റി അല്ലേ. ലേണിംഗ് ഡിസബിലിറ്റീനെ സൂട്ട് ചെയ്തിട്ടുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നതാണ്. ഫണ്ടമെന്റലി എ ഫിസിക്കൽ ഇമ്പയർമെന്റ് which is associated with a certain psychological functions. Mainly an emotional disturbance which is associated with a certain psychological functions. Basically a social issue which is associated with a certain psychological functions. Mainly psychological as well as physiological issue which is mostly associated with language. ഏതാണ്? ലേണിംഗ് ഡിസബിലിറ്റി ആണ് ചോദിച്ചത്. അപ്പൊ ഏതാണ് ഉത്തരം വരിക? മെയിൻലി സൈക്കോളജിക്കലും ആസ് വെൽ ആസ് ഫിസിയോളജിക്കലും ആയിട്ടുള്ള ഇഷ്യൂ ആണ്. എന്തിനുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ലാംഗ്വേജുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് എന്തെന്ന് പറയുന്നത്? ലേണിംഗ് ഡിസബിലിറ്റിയുമായിട്ട് കൂടുതലായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്റ്റേറ്റ്മെന്റ്. അടുത്ത ചോദ്യം ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സെലക്ട് ദ ഓഡ് വൺ ഔട്ട്. ഇത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഏതൊക്കെയാണ്? 16PF ടെസ്റ്റ്, ടാറ്റ് ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, റോർഷാർക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് അല്ലേ. ഇത് മൂന്നും എന്താണ്? നമുക്കറിയാം പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. ഈ മൂന്നെണ്ണം പ്രൊജക്റ്റീവ് ടെസ്റ്റ് ആണ്. 16PF ടെസ്റ്റ് എന്താണ്? നമ്മളൊരു പേഴ്സണാലിറ്റീനെ കുറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ടെസ്റ്റ് ആണ് 16PF ടെസ്റ്റ്. ബാക്കിയെല്ലാം എന്താണ്? പ്രൊജക്റ്റീവ് ടെസ്റ്റിൽ വരുന്നതാണ്. പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താം. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ചോദ്യമാണ്. ഇതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അതായത് ദ ഐഡിയ ഓഫ് പോവേർട്ടി ഓർ സ്റ്റിമുലസ് വാസ് പുട്ട് ഫോർവേഡ് ബൈ. എന്താണ് ഇവിടെ ചോദിച്ചത്? പോവേർട്ടി ഓർ സ്റ്റിമുലസ്. ഇത് ആരുമായി ബന്ധപ്പെട്ടതാണ്? ഇത് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റില്ല. കുറച്ച് ഡീപ്പായിട്ട് പഠിച്ചവർക്ക് ഇത് എത്താൻ സാധിക്കുള്ളൂ. പോവേർട്ടി ഓർ സ്റ്റിമുലസ് ആണ് ചോദിച്ചത്. സ്കിന്നർ, വൈഗോട്സ്കി, ടോൾമാൻ, ചോംസ്കി അല്ലേ. ഇത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ആരുമായിട്ടാണ്? ചോംസ്കിയുമായിട്ടാണ്. ചോംസ്കിന്റെ ലാഡ് അല്ലെ, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസും യൂണിവേഴ്സൽ ഗ്രാമറും അതുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പോവേർട്ടി ഓർ സ്റ്റിമുലസ്. ഇത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ട് പലർക്കും പ്രയാസപ്പെടുത്തിയിട്ടുണ്ടായിരുന്ന ഒരു ചോദ്യം കൂടിയായിരുന്നു. അടുത്തത്, വാട്ട് ഈസ് ഇന്റൻഡഡ് ടു മെഷർ ഇൻ എ ടെസ്റ്റ് ഈസ് നോൺ ആസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എല്ലാ തവണ എക്സാമിന് വാലിഡിറ്റി, റിലയബിലിറ്റി തുടങ്ങിയ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു ചോദ്യമെങ്കിലും കാണാൻ പറ്റും. ഇവിടെ എന്താണ്? ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഇന്റൻഡഡ് ടു മെഷർ ഇൻ എ ടെസ്റ്റ് ഈസ് നോൺ ആസ് അല്ലേ. ഏതാണ് ഉത്തരം വരിക? വാലിഡിറ്റി ആണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ നമ്മളൊരു ടെസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ എന്താണോ ഞാൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചത് ആ കാര്യം തന്നെയാണ് ആ ടെസ്റ്റിലൂടെ എനിക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ അതെന്താണ്? ആ ടെസ്റ്റ് എന്താണ്? വാലിഡ് ആണ് അല്ലേ. അതായത് ഒരു ടെസ്റ്റ് നമ്മൾ തയ്യാറാക്കി, ആ ഒരു ടെസ്റ്റിലൂടെ എന്താണോ ഞാൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിക്കുന്നത് ആ കാര്യം തന്നെ, വാട്ട് ഈസ് ഇന്റൻഡഡ് ടു മെഷർ ഇൻ എ ടെസ്റ്റ്, അതന്നെ നമ്മൾ മെഷർ ചെയ്യുന്നതിനെയാണ് വാലിഡിറ്റി എന്ന് പറയുന്നത്. അപ്പൊ റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റിലയബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്റ്റെബിലിറ്റി ആണ്, അല്ലെ അതിൻ്റെ ഒരു സ്ഥിരതയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു എക്സാം ഇട്ടു.
എക്സാം ഒരു 50-ൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാം നടത്തിയെന്ന് വിചാരിക്കാം. അപ്പം 50-ൽ ഞാൻ ആദ്യ എക്സാം നടത്തിയ സമയത്ത് ഒരു കുട്ടിക്ക്, ഒരു പെർട്ടിക്കുലർ കുട്ടീനെ ഞാൻ എടുത്തു. ആ കുട്ടിക്ക് 48 മാർക്ക് കിട്ടിയെന്ന് കരുതാം. ഓക്കെ അല്ലേ? ഇനി ഇതേ ടെസ്റ്റ് തന്നെ ഞാനൊരു 2 മാസം കഴിഞ്ഞിട്ട് ഇതേ ക്വസ്റ്റ്യൻ പേപ്പർ, സെയിം ടെസ്റ്റ് പേപ്പർ തന്നെ ഒന്നും കൂടി ഇടുന്ന സമയത്ത് ആ കുട്ടിക്ക് ഒരു 30 മാർക്കോ അല്ലെങ്കിൽ 20 മാർക്ക് കിട്ടിയെന്ന് വിചാരിക്കുക. അപ്പം എന്താണ്, ആ ടെസ്റ്റ് റിലയബിൾ അല്ല. കാരണം അതിന് എന്തില്ല, ഒരു സ്ഥിരത ഇല്ല. മറിച്ച് ആ കുട്ടിക്ക് 49 അല്ലെങ്കിൽ 45 ഒക്കെയാണ് കിട്ടിയെന്ന് വെച്ചാൽ എന്താണ്, ആ ടെസ്റ്റിന് റിലയബിൾ ആണ്. ആ ടെസ്റ്റിന് എന്തുണ്ട്, സ്ഥിരത ഉണ്ട്. അതാണ് റിലയബിലിറ്റി. ഇത് തമ്മിൽ മാറരുത്. റിലയബിലിറ്റിയും വാലിഡിറ്റിയും തമ്മിൽ നിങ്ങൾ മാറാൻ പറ്റത്തില്ല. ഒബ്ജക്റ്റിവിറ്റി നമുക്കറിയാം, വസ്തുനിഷ്ഠമായത്, സബ്ജക്റ്റിവിറ്റി അല്ലാത്തത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പലപ്പോഴും ചോദ്യം കാണാറുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, the method of describing an ambiguous stimulus in a personality assessment is known as, അല്ലേ? ആംബിഗ്യുവസ് സ്റ്റിമുലസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ള അവ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലേ? ആ ഒരു പേഴ്സണാലിറ്റിനെ, അവ്യക്തമായി നിൽക്കുന്ന ആ ഒരു പേഴ്സണാലിറ്റിനെ നമ്മൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ്. നേരത്തെ പറഞ്ഞില്ലേ, അതായത് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, റൊഷാക്ക് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് തുടങ്ങിയിട്ടുള്ള പ്രൊജക്റ്റീവ് ടെസ്റ്റാണ് ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തത്, redirecting unacceptable impulses into socially acceptable action are known as. ഇതെന്താണ്, നമുക്ക് ഡിഫൻസ് മെക്കാനിസത്തിൽ നിന്ന് അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസത്തിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇവിടെ എന്താണ് ചോദിച്ചിരിക്കുന്നത്, നമുക്ക് അൺഅക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഇമ്പൾസസ് ഇൻറ്റു സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആക്ഷനിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ചെയ്യുക. അതായത് എനിക്കിപ്പം സഫലമാകാത്ത ചില ആഗ്രഹങ്ങൾ, അതിന് ഞാൻ എന്ത് ചെയ്യാണ്, മറ്റ് സോഷ്യലി ഉള്ള സമൂഹപരമായിട്ടുള്ള മറ്റ് കാര്യങ്ങളിലേക്ക് ആ ഒരു ആഗ്രഹത്തെ എന്ത് ചെയ്യാണ്, ഞാൻ റീഡയറക്റ്റ് ചെയ്ത് വിടുകയാണ്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാലോ, ഫോർ എക്സാമ്പിൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മറ്റൊരാളിൽ പ്രൊജക്റ്റ് ചെയ്ത് വെക്കുക. അതായത് എൻ്റെ ചില കാരണങ്ങൾ, അല്ലേ, ഞാൻ കാരണം എന്തെങ്കിലും, ഇപ്പം ഫോർ എക്സാമ്പിൾ എക്സാം ഞാൻ ഒട്ടും പഠിക്കാതെ പോയി എഴുതുകയാണ് എക്സാം. അപ്പോൾ ആ എക്സാം ഫെയിൽ ആയിട്ടുണ്ട്, അതിൻ്റെ കാരണം ആരാണ്, ഞാനാണ്. കാരണം ഞാൻ ഒട്ടും പഠിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എൻ്റെ ബലഹീനതകൾ ഞാൻ സൂചിപ്പിക്കാതെ, മറിച്ച് എക്സാം ടഫ് ആയതെന്ന് ഞാൻ പറയാണ്, ആ ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട ആള് ശരിയല്ലാഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ എനിക്ക് ടീച്ചർ പഠിപ്പിച്ചത് ഒന്നും മനസ്സിലായിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ തോറ്റത്. അപ്പോൾ ആ കുട്ടി എന്താ ചെയ്യുന്നത്, എൻ്റെ തെറ്റ് ഞാൻ എന്ത് ചെയ്യാണ്, മറ്റുള്ളവരിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വെക്കുകയാണ്. അതിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പൂർണ്ണമായിട്ടും വേറൊരു കാര്യം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന കാര്യം. റിഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന ചില ആനുകൂല്യങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കാം, അതെനിക്ക് ഇപ്പം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു നേരത്തെ കിട്ടിയ ആ കാര്യം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, അന്ന് ഞാൻ എങ്ങനെയാണോ ബിഹേവ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് ഞാൻ റിഗ്രസ് ചെയ്ത് പോവുകയാണ്. ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, സൈക്കോളജിയിൽ പറയുമ്പം ഇപ്പം മൂത്ത കൊച്ചിരിക്കെ രണ്ടാമത്തെ കുട്ടി ഉണ്ടായിരിക്കുന്ന സമയത്ത് ഈ രണ്ടാമത്തെ കുട്ടീനോട് അധിക വാത്സല്യമൊക്കെ കാണിക്കുമ്പം ഇതേപോലെ ഈ കുട്ടിക്കും ആ ഒരു പ്രായത്തിൽ കുറേ പരിഗണന കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇപ്പം ആ പരിഗണന കിട്ടാതെ വരുമ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യും, വീണ്ടും ആ ഒരു ചെറിയ പ്രായത്തിൽ എന്തൊക്കെയാണോ ആ കുട്ടി ബിഹേവ് ചെയ്തിരുന്നാൽ, എന്തൊക്കെയാണോ ചെയ്തിരുന്നത്, അതിലേക്ക് ആ കുട്ടി വീണ്ടും പോകും. അങ്ങനെ വീണ്ടും ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തന്നെ കുട്ടി പോവുകയാണ്. എന്തിനു വേണ്ടിയിട്ട്, അവന് കിട്ടേണ്ട ആനുകൂല്യങ്ങളെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട്. അതിനെയാണ് നമ്മൾ റിഗ്രഷൻ എന്ന് പറയുന്നത്. സോ ഡിഫൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു ചോദ്യം വരാറുണ്ട്. അടുത്ത ചോദ്യം ഡയറക്റ്റ് ആണ്. ഓപ്പറന്റ് കണ്ടീഷനിങ് ആരതാണ്, നമ്മുടെ സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ് ആണ്. അതെന്തുമായി റിലേറ്റ് ചെയ്യുന്നു, വളരെ എളുപ്പത്തിൽ വരാം. എ ടൈപ്പ് ഓഫ് ലേണിംഗ് വെർ ബിഹേവിയർ ഈസ് കൺട്രോൾഡ് ബൈ കോൺസിക്വൻസ്. അത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആ ലേണിംഗ് തിയറി പഠിക്കുമ്പോൾ, ഓപ്പറന്റ് കണ്ടീഷനിങ് സ്കിന്നറിന്റെ ലേണിംഗ് തിയറി പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ഒരു സെന്റൻസ് പഠിക്കുന്നതാണ്.
അടുത്തത് ദ കൺസെപ്റ്റ് ഓഫ് ഡൈവർജന്റ് തിങ്കിങ്. ഡൈവർജന്റ് തിങ്കിങ് ആരുമായി അസോസിയേറ്റ് ചെയ്തതാണ്? ഗിൽഫോർഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തതാണ് ഡൈവർജന്റ് തിങ്കിങ്. അതും എളുപ്പത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്തത് സെലക്ട് ദ മോസ്റ്റ് സ്യൂട്ടബിൾ ഇന്റർവെൻഷൻ സ്ട്രാറ്റജി ഫോർ അഡ്രസ്സിങ് അണ്ടർ അച്ചീവ്മെന്റ്. അല്ലേ, അണ്ടർ അച്ചീവ്മെന്റ് കുട്ടികളെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഏതാണ് എന്നതാണ്. ഇൻക്രീസ്ഡ് ഹോംവർക്ക് ആൻഡ് അസൈൻമെന്റ്, ഇഗ്നോറിംഗ് ദ ഇഷ്യൂ, ഓഫറിംഗ് അഡീഷണൽ റിസോഴ്സസ്, മെൻറ്ററിങ് ആൻഡ് സപ്പോർട്ടിങ്. അല്ലേ, ഒരു അണ്ടർ അച്ചീവ് ആയിട്ടുള്ള കുട്ടീനെ അല്ലെ ആ കുട്ടീൻ്റെ കാര്യങ്ങൾ നമ്മൾ ഏത് സ്ട്രാറ്റജി ഉപയോഗിച്ചിട്ടാണ് ഇൻ്റർവെൻഷൻ ചെയ്യുക? ഒരിക്കലും ആ കുട്ടിക്ക് ധാരാളം അസൈൻമെൻറ്റോ ഹോംവർക്കോ കൊടുത്തിട്ടാണോ? അല്ല. പിന്നെ എന്തല്ല, ആ കുട്ടിയുടെ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഇഷ്യൂവിനെ നമ്മൾ ഇഗ്നോർ ചെയ്യല്ല വേണ്ടത്, അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള അക്കാഡമി റിസോഴ്സ് കൊടുക്കല്ല വേണ്ടത്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മെൻറ്ററിങ് ആൻഡ് സപ്പോർട്ടിങ് ആണ്. അല്ലേ, അങ്ങനെ മെൻറ്ററിങ് ആൻഡ് സപ്പോർട്ടിങ് ചെയ്യുക എന്നതിലൂടെയാണ് ആ ഒരു സ്ട്രാറ്റജിയാണ് മോസ്റ്റ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കേസ് സ്റ്റഡി. ഇവിടെ ഇങ്ങനെ നോട്ട് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം മാർക്ക് ചെയ്തിട്ട് വേണം നോക്കാൻ വേണ്ടിയിട്ട്. എന്താ ചോദ്യം? കേസ് സ്റ്റഡിയുമായിട്ട് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ? ഒരിക്കലും എന്താണ് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ല എന്ന് നമുക്കറിയാം. കേസ് സ്റ്റഡി പറഞ്ഞാൽ എന്താണ്? സബ്ജക്റ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്. അപ്പം ആൻസർ ഇത് വരും അല്ലേ. ക്വാളിറ്റേറ്റീവ് ഡാറ്റ, ഫോക്കസ്ഡ് ഓൺ സ്പെസിഫിക് കണ്ടന്റ്, ഡീറ്റെയിൽഡ് കോണ്ടെക്സ്റ്റൽ അനാലിസിസ്. ഏതാണ് ബന്ധമില്ലാത്തത്? ഹൈലി ഒബ്ജക്റ്റീവ് മെത്തേഡ്. കേസ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല, ഒരു ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡ് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ, സെലക്ട് ദ ഡേ വിച്ച് ഈസ് സെലിബ്രേറ്റഡ് ആറ്റ് ഹ്യൂമൻ റൈറ്റ് ഡേ. ഇത് വളരെ സിമ്പിളായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു. ഹ്യൂമൻ റൈറ്റ് ഡേ എന്നാണ്? ഡിസംബർ 10 എന്നുള്ളത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിരുന്നു. നെക്സ്റ്റ്, ഷിബു ഈസ് എ ഹയർ സെക്കൻഡറി സ്റ്റുഡൻറ്റ്. ഹി ക്യാൻ സോൾവ് ന്യൂ പ്രോബ്ലം ഈസിലി വിത്തൗട്ട് എനി പ്രയർ നോളജ്. അക്കോർഡിംഗ് ടു കാറ്റിൽ, ദിസ് കൈൻഡ് ഓഫ് ഇൻ്റലിജൻസ്. കാറ്റിലിൻ്റെ ഇൻ്റലിജൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് ഇവിടെ? ഷിബു ഒരു ഹയർ സെക്കൻഡറി സ്റ്റുഡൻ്റ് ആണ്. ഈ കുഞ്ഞിന് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ന്യൂ പ്രോബ്ലംസ് അവന് ഈസിലി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സോൾവ് ചെയ്യുന്നുണ്ട്. എന്ത് യൂസ് ചെയ്യാതെ? അവന് മുന്നേ ഉള്ള അറിവൊന്നും യൂസ് ചെയ്യാതെ അവന് പുതിയ പ്രോബ്ലംസിന് ഈസിലി സോൾവ് ചെയ്യുന്നുണ്ട്. അത് കാറ്റിൽസിൻ്റെ ഇൻ്റലിജൻസ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് ആണ്. എന്താണ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ്? അതായത് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യാണ്, പക്ഷെ എന്ത് യൂസ് ചെയ്യാതെ? നമ്മുടെ പ്രയർ നോളജ് യൂസ് ചെയ്യാതെ. ക്രിസ്റ്റൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പഠിച്ചു വെച്ച കാര്യം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ് ക്രിസ്റ്റൽ ഇൻ്റലിജൻസ്. ഓക്കെ. അടുത്തത്, ഡിവൈസസ് ഓർ സോഫ്റ്റ്വെയർ ദാറ്റ് ഹെൽപ്പ് ടു ഇംപ്രൂവ് ദ ഫങ്ഷണൽ കാപ്പബിലിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റി കോമൺലി നോൺ ആസ്. എന്താണ് ചോദിച്ചത്? ഡിവൈസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആരുപയോഗിക്കുന്നതാണ്? ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? അതായത് എന്താണ്? ഡിസബിലിറ്റി ആയിട്ടുള്ളത് അല്ലേ, ഇൻഡിവിജ്വൽസ് വിത്ത് ഡിസബിലിറ്റി ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന അവരുടെ ഫങ്ഷൻസ് അല്ലെങ്കിൽ കാപ്പബിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഏതാണ് എന്നുള്ളതാണ്. അതാണ് അസിസ്റ്റീവ് ടെക്നോളജി. ഇതിൽ ചിലവർക്ക് ഡൗട്ട് വരും, ഡിസബിലിറ്റി എയ്ഡ് അല്ലേ എന്നുള്ളതൊക്കെ. ഏതാണ് വരിക? അസിസ്റ്റീവ് ടെക്നോളജി ആണ്. ഇതിലാണ് ശരിക്കും സ്ക്രീൻ റെക്കോർഡിങ്ങും ഹിയറിംഗ് എയ്ഡൊക്കെ ഉൾപ്പെടുന്ന ഭാഗമാണ് ഈ അസിസ്റ്റീവ് ടെക്നോളജി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, സെലക്ട് ദ ബെസ്റ്റ് ടെക്നിക് ഫോർ കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ്. അല്ലേ, കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ബെസ്റ്റ് മെത്തേഡ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ വരിക ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് കേട്ടോ. ബ്രെയിൻ സ്റ്റോമിംഗ് ആണ് കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ് എന്ന് പറയുന്നത്. കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ് ടെക്നിക് എന്ന് പറയുന്നത് ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. അടുത്തത്, സെലക്ട് ദ ഓഡ് ഫ്രം ഗിവൺ ഓപ്ഷൻ. ഇത് ഇതേപോലെ തന്നെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? അതായത് ഇതിൽ ഓട് വേണം ഏതൊക്കെ ലോസിൽ പറയുന്ന? ലോ ഓഫ് യൂസ്, ലോ ഓഫ് റെസ്പോൺസ് ബൈ അനലോഗി, ലോ ഓഫ് അസോസിയേറ്റീവ് ഷിഫ്റ്റിംഗ്, ലോ ഓഫ് പ്രോക്സിമിറ്റി. അല്ലേ, ഏതാണ് ഓട് വേണം? ലോ ഓഫ് പ്രോക്സിമിറ്റി ആണ്. ബാക്കിയെല്ലാം എന്താണ്?
ബാക്കിയെല്ലാം എന്തുമായി ബന്ധപ്പെട്ടതാണ്? തോണ്ടൈക്കിൻ്റെ ലോവുമായി ബന്ധപ്പെട്ടതാണ്. ലോ ഓഫ് പ്രോക്സിമിറ്റി പറയുമ്പോൾ ജസ്റ്റാൾട്ട് തിയറിയുമായി ബന്ധപ്പെട്ട്. എന്താണ് ലോ ഓഫ് പ്രോക്സിമിറ്റി? നമുക്കറിയാം അല്ലേ? അതായത് അടുത്തടുത്തുള്ളതിന് നമുക്ക് എന്തായി തോന്നുകയാണ്? ഒരൊറ്റ അടുത്തടുത്തായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഒരൊറ്റ കൂട്ടമായി തോന്നുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഓഫ് പ്രോക്സിമിറ്റി അല്ലേ? ഇങ്ങനെ ചിത്രമൊക്കെ പഠിച്ചിട്ടില്ല? ഇങ്ങനെ അടുത്തടുത്തായി കാണുന്നതിന് നമുക്ക് ഒന്നായിട്ട് തോന്നുന്നതിനെയാണ് ലോ ഓഫ് പ്രോക്സിമിറ്റി എന്ന് പറയുന്നത്. ദ കോക്ടെയിൽ പാർട്ടി എഫക്റ്റ്. ഇതുപോലെ ഒരു ഡിഫിക്കൽട്ട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ഇൻഡെപ്റ്റ് ആയിട്ട് പഠിച്ച ഒരാൾക്ക് ഈ ഒരു ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് റിലേറ്റഡ് ടു, അത് എന്തുമായി റിലേറ്റ് ചെയ്തതാണ്? അറ്റൻഷനുമായി റിലേറ്റ് ചെയ്തതാണ് കോക്ടെയിൽ പാർട്ടി. അപ്പം അതായത് ഒരുപാട് ശബ്ദങ്ങളുള്ള ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ഒരുപാട് ശബ്ദങ്ങൾ ഉള്ളിടത്ത് നിന്ന് നമുക്ക് എന്താണോ വേണ്ടത് ആ ശബ്ദത്തെ മാത്രം നമ്മൾ പ്രോപ്പറായിട്ടൊരു സെലക്റ്റീവായിട്ട് അറ്റൻഷൻ ചെയ്യുന്നതിനെയാണ് കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്ന് പറഞ്ഞ റിലേറ്റഡ് ടു അറ്റൻഷനാണ്. അടുത്തത്, രാജു perceives an incomplete triangle as a complete done. Select the law of perception related with this statement. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലേ? ജസ്റ്റാൾട്ട് തിയറിയിൽ നമ്മൾ പഠിക്കുന്നതാണ്. ഇതെന്താണ്? രാജുവിന് എന്താ തോന്നുന്നത്? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ട്രയാങ്കിളിനെ കംപ്ലീറ്റ് ആയിട്ട് തോന്നുകയാണ് അല്ലേ? അത് ഏതാ വരുന്നത്? ലോ ഓഫ് ക്ലോഷർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യത്തെ ഇങ്ങനെ കാണുമ്പോൾ ഇതിന് എന്തായി തോന്നുകയാണ്? ഇതിനെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുക. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. ലോ ഓഫ് കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ പോകുന്നൊരു സാധനം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഉണ്ട് എന്ന് തോന്നുന്നതാണ്. പ്രോക്സിമിറ്റി പറഞ്ഞാൽ അടുത്തടുത്തുള്ളതിന് നമുക്ക് എന്തായി തോന്നുക? ഒരൊറ്റ ഒന്നായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടായിട്ട് തോന്നുക. ലോ ഓഫ് സിമിലാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? സാദൃശ്യമായത്, സിമിലർ ആയതിന് നമുക്ക് ഒരൊറ്റ ഒന്നായി തോന്നുന്നു എന്നതാണ്. അടുത്ത ചോദ്യം, ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് ഓപ്പറന്റ് കണ്ടീഷനിങ് പണിഷ്മെന്റ് ഈസ്. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്കിന്നറിന്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പണിഷ്മെന്റ് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എന്താണ്? കോൺസിക്വൻസ് ദാറ്റ് ഡിക്രീസ് ബിഹേവിയർ. പണിഷ്മെന്റിലൂടെ അല്ലെങ്കിൽ കോൺസിക്വൻസിലൂടെ ബിഹേവിയറിനെ ഡിക്രീസ് ചെയ്യാൻ പറ്റുമെന്നാണ് ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സെലക്ട് ദ പ്രൈമറി പർപ്പസ് ഓഫ് കത്തറിംഗ് ബ്രിഡ്ജ് ചാർട്ട് അല്ലേ? കത്തറിംഗ് ബ്രിഡ്ജിന്റെ ചാർട്ട് എന്ന് കേൾക്കുമ്പോഴേ നമ്മളെ മനസ്സിൽ വരുന്നത് ഇമോഷണൽ ഇൻ്റലിജൻസ് ആണ്. സോ എന്താണ് കത്തറിംഗ് ബ്രിഡ്ജിന്റെ ചാർട്ടിൽ എന്തിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്? ടു മോണിറ്റർ ഫിസിക്കൽ ഗ്രോത്ത്, ടു ഇവാലുവേറ്റ് ഇമോഷണൽ ഇൻ്റലിജൻസ്, ടു മാപ്പ് പേഴ്സണൽ ഡെവലപ്മെന്റ് ആൻഡ് ഗ്രോത്ത്, ടു മെഷർ സോഷ്യൽ അഡ്ജസ്റ്റ്മെന്റ്. ഏതാണ് മക്കളെ? കത്തറിംഗ് ബ്രിഡ്ജ് എന്ന് കേൾക്കുമ്പോഴേ ബ്രിഡ്ജസിന്റെ ചാർട്ട് ഏതാമായി ബന്ധപ്പെട്ട ഇമോഷണൽ ഇന്റലിജൻസുമായി ബന്ധപ്പെട്ടത് അല്ലേ? ഓരോ മാസത്തിലും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ ഇന്റലിജൻസ്, അതുമായി ബന്ധപ്പെടുന്ന വികാരങ്ങളെ കുറിച്ചിട്ട് കൃത്യമായി ചാർട്ടിൽ പഠിക്കുന്നതാണ്. അടുത്തത്, പിയാഷെ ഡിസ്ക്രൈബ് ഈഗോസെൻട്രിസം. ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഈഗോസെൻട്രിസം ആസ് അല്ലേ? പിയാഷെയുടെ ഡെവലപ്മെന്റ് സ്റ്റേജ് നമ്മൾ പഠിച്ചു അല്ലേ? സെൻസറി, മോട്ടോർ, പ്രീ ഓപ്പറേഷണൽ, കോൺക്രീറ്റ് ഓപ്പറേഷണൽ, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇതിൽ ഈഗോസെൻട്രിസം പിയാഷെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്താണ് എന്നല്ലേ നമ്മൾ രണ്ടാമത്തെ സ്റ്റേജിൽ പഠിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യമാണ് ഈഗോസെൻട്രിസം, ആനിമിസം. ഈഗോസെൻട്രിസം എന്ന് പറഞ്ഞാൽ the inability to differentiate between one's own perspective that on others അല്ലേ? അതായത് ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് ആ ഒരു സ്റ്റേജിൽ പറയുന്നത്, പിയാഷെ പറയുന്നത് ഈഗോ സെൻട്രിക് ആയിരിക്കും എന്നാണ്. കാരണം എന്താണ്? ഈ ഒരു പ്രായത്തിലുള്ള കുട്ടികൾക്ക് അവനവൻ്റെ പേഴ്സ്പെക്റ്റീവിലല്ലാതെ, അതായത് മറ്റുള്ള ഒരാളുടെ കണ്ണിലൂടെ നോക്കി കാണാൻ പറ്റില്ല അല്ലേ? നമ്മുടെ ഈ ലോകത്തെ അല്ലെ ഏതൊരു കാര്യത്തെയും മറ്റൊരാളുടെ വീക്ഷണത്തിൽ, അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നോക്കി കാണാൻ പറ്റില്ല. ഒക്കെ എന്തായിരിക്കും? എൻ്റെ ഒരു രീതിയിൽ മാത്രമേ എനിക്ക് ഈ ലോകത്തെ കാണാൻ പറ്റുള്ളൂ. ആ ഒരു രീതിയാണ് ഇൻഎബിലിറ്റി ടു ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വൺസ് ഓൺ പെർസ്പെക്റ്റീവ് ദാറ്റ് ഓൺ അതേഴ്സ്. അതാണ് ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്. സെലക്ട് ദ ടേം ഫോർ educational strategy that provide advanced learning opportunity for gifted student. gifted studentsന് നമ്മൾ നൽകുന്ന അഡ്വാൻസ്ഡ് ലേണിംഗ് ഓപ്പർച്യൂണിറ്റി എന്താണ്? ആക്സലറേഷൻ പ്രോഗ്രാം ആണ്. നമ്മൾ പഠിച്ചിട്ടില്ലേ സ്കിപ്പ് ചെയ്യുന്നത്, ഗ്രേഡൊക്കെ സ്കിപ്പ് ചെയ്യുന്നത്,
അത്രയും ഗിഫ്റ്റഡ് ചിൽഡ്രൻ ആണ് നമ്മൾ ഒരു ഗ്രേഡിൽ നിന്ന് അടുത്ത ഗ്രേഡിലേക്ക് സ്കിപ്പ് ചെയ്ത് പറഞ്ഞേക്കില്ല. അതൊക്കെ വരുന്നതാണ് ആക്സലറേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത്. സെലക്ട് ദ പാർട്ട് ഓഫ് ബ്രെയിൻ ദാറ്റ് പ്രൈമറി റെസ്പോൺസിബിൾ ഫോർ പ്രോസസ്സിംഗ് വിഷ്വൽ ഇൻഫർമേഷൻ. വിഷ്വൽ ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്ന ബ്രെയിനിൻ്റെ പാർട്ട്, പ്രൈമറി പാർട്ട് ഏതാണ്? ഒസിപ്പിറ്റൽ ലോബാണ്. ഈ ഒസിപ്പിറ്റൽ ലോബാണ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ബ്രെയിനിൻ്റെ ഏത് വിഷ്വലുമായി ബന്ധപ്പെട്ടതാണ് ഒസിപ്പിറ്റൽ ലോബ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഒസിപ്പിറ്റൽ ലോബ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ഫ്രോണ്ടൽ ലോബ് എന്ന് പറഞ്ഞത് നമ്മുടെ ബിഹേവിയറും അതേപോലെ തന്നെ തിങ്കിങ്ങിനുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ടെമ്പോറൽ ലോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്ററിയുമായി ബന്ധപ്പെട്ടതാണ്. പാരിയൻ്റൽ ലോബ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻസറി ഇൻഫർമേഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ ഇത്രയാണ് ഇതിൽ വിഷ്വൽ ഇൻഫർമേഷനുമായി ബന്ധപ്പെട്ടത് ഒസിപ്പിറ്റൽ ലോബാണ്. അടുത്തത് ലേണിംഗ് ഡിസബിലിറ്റി ക്യാൻ ബി ഐഡൻറ്റിഫൈഡ്. ഒരു ലേണിംഗ് ഡിസബിലിറ്റിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ടെസ്റ്റാണ്? സ്റ്റാൻഡർഡൈസ്ഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ് അല്ലേ? IQ ടെസ്റ്റ്, ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ്, നോൺ വെർബൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇതൊന്നുമല്ല ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു കുട്ടീനെ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത് ഏതാണ്? സ്റ്റാൻഡർഡൈസ്ഡ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ്. അതിലൂടെയാണ് കുട്ടിക്ക് എന്തെങ്കിലും ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. അടുത്ത ചോദ്യം, ദ പ്രൈമറി ആൻഡ് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഓഫ് ഈഗോ ഡിഫെൻസ് മെക്കാനിസം അല്ലേ? ഇപ്പോൾ ഡിഫെൻസ് മെക്കാനിസവുമായി ബന്ധപ്പെട്ട് ഈ പേപ്പറിൽ തന്നെ ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യമാണ് വരുന്നത്. ഡിഫെൻസ് മെക്കാനിസത്തിൻ്റെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി എന്താണ്? ടു മേക്ക് എക്സ്ക്യൂസ് ആണോ? ഒരിക്കലും അല്ല. ടു കീപ് എവേ ഫ്രം സൊസൈറ്റി, ടു പ്രൊട്ടക്റ്റ് വൺസ് ഓൺ സെൽഫ്, ടു അവോയ്ഡ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി. എന്താണ്? ടു പ്രൊട്ടക്റ്റ് വൺസ് ഓൺ സെൽഫാണ്. നമ്മളെ സെൽഫിനെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫെൻസ് മെക്കാനിസം എന്ന് പറയുന്ന കാര്യം ചെയ്യുന്നത്. സെലക്ട് ദ ഓഡ് വൺ ഔട്ട്. നോക്കൂ, ലേണിംഗ് ഡിസബിലിറ്റിയുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ. ഇത് മൂന്നും എന്താണ്? ഇത് മൂന്നും ലേണിംഗ് ഡിസബിലിറ്റി ആണ് അല്ലേ? ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ. ഡിസ്ലെക്സിയ എന്താണ്? റീഡിംഗ് ഡിസബിലിറ്റി ആണ്. ഗ്രാഫിയ റൈറ്റിംഗ് ഡിസബിലിറ്റി ആണ്. ഡിസ്കാൽക്കുലിയ എന്ന് പറയുമ്പം മാത്തമാറ്റിക്കൽ ഡിസബിലിറ്റി ആണ്. ഡിംനേഷ്യ എന്ന് പറഞ്ഞാൽ മനുഷ്യനിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. നമുക്ക് ചില കാര്യങ്ങളൊന്നും ഓർത്തെടുക്കാനൊന്നും പറ്റാത്ത ഒരു അവസ്ഥേനെയാണ് അങ്ങനെ പറയുന്നത്. സോ ഇതൊരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അടുത്ത ചോദ്യം നോക്കിക്കേ. Meenu recall the bicycle accident occurred 10 years back during the visit to കൊടൈക്കനാൽ. എന്താണ് പറയുന്നത്? മീനുവിന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു അല്ലേ? ഈ 10 years മുമ്പേ ഉണ്ടായിരുന്ന ആക്സിഡൻറ്റ് ആ കുട്ടി ഓർത്തത് വീണ്ടും ആ പ്ലേസിൽ പോയി ആ പ്ലേസ് അവിടെ കണ്ടപ്പോഴാണ് ആ കുട്ടിക്ക് ഇതിന് മുന്നേ ഉണ്ടായിട്ടുണ്ടായിരുന്ന ആ ഒരു ആക്സിഡൻറ്റിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അത് ഏത് മെമ്മറിയാണ്? എപ്പിസോഡിക് മെമ്മറിയാണ് അല്ലേ? ഒരു പെർട്ടിക്കുലർ ഇവൻറ്റ് നമ്മൾ ഓർത്ത് വെക്കുന്നതിനെയാണ് നമ്മൾ എപ്പിസോഡിക് മെമ്മറി എന്ന് പറയുന്നത്. പ്രൊസീഡ്യൂറൽ മെമ്മറി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിലുള്ള പോലെ തന്നെ നമ്മൾ ചില സ്കില്ലുകൾ, ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അതൊക്കെ നമ്മുടെ മെമ്മറിയിൽ ഉണ്ടാവും അല്ലേ? അത്തരത്തിലുള്ള കാര്യങ്ങൾ ഓർമ്മയുള്ളതിനെയാണ് നമ്മൾ ഇപ്പോൾ സ്വിം ചെയ്യുന്നത്, ഡ്രൈവ് ചെയ്യുന്നത്, അത്തരം കാര്യങ്ങൾ സ്കിൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പ്രൊസീഡ്യൂറൽ മെമ്മറിയിൽ വരുന്നത്. സെമാൻറ്റിക് മെമ്മറി എന്ന് പറഞ്ഞാൽ ജനറൽ നോളജ് അല്ലേ? GK ഒക്കെ നമ്മൾ ഓർത്ത് വെക്കുന്നില്ലേ? പഠിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ വരുന്നതാണ് സെമാൻറ്റിക് മെമ്മറി. എക്സ്പ്ലിസിറ്റ് മെമ്മറി പറഞ്ഞാൽ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഓർമ്മിക്കുന്ന കാര്യമാണ് എക്സ്പ്ലിസിറ്റ് മെമ്മറിയിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എപ്പിസോഡിക് മെമ്മറി എന്ന് പറഞ്ഞാൽ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇവൻറ്റ് നമ്മൾ ഓർത്ത് വെക്കുന്നതിനെയാണ്. സെലക്ട് ദ ആർട്ടിക്കിൾ ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ സജസ്റ്റിംഗ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years. ഇത് സിമ്പിളായിട്ടുള്ളൊരു ചോദ്യമാണ്, എല്ലാവർക്കും അറിയായിരിക്കും.
21A. ആർട്ടിക്കിൾ 21A. ആർട്ടിക്കിൾ 21A പ്രത്യേകത എന്താണ്? ഇതെന്താ പറയുന്നത്? ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ ചിൽഡ്രൻ അപ് ടു 14 ഇയേഴ്സ് അല്ലേ? സൗജന്യ നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകുകയാണ് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക്. ഏതാണ്? 82nd അമെൻമെന്റ് പ്രകാരമാണ് 2002 ഈ ഒരു ആക്ട് വരുന്നത്. ഈ ആർട്ടിക്കിള് 21A എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. സെലക്ട് ദ അപ്രോക്സിമേറ്റ് ഡ്യൂറേഷൻ ഓഫ് ഷോർട്ട് ടേം മെമ്മറി. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുമ്പോൾ നമ്മൾ ആ മെമ്മറിയുടെ ഡ്യൂറേഷൻ എത്രയാണ്? 15 to 30 സെക്കൻഡ് ആണ് അല്ലേ? 15 to 30 സെക്കൻഡ് ആണ് ഷോർട്ട് ടേം മെമ്മറിയുടെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ദ ഫണ്ടമെന്റൽ ഫിസിക്കൽ സോഷ്യൽ ഇന്റലക്ച്വൽ ആൻഡ് ഇമോഷണൽ അച്ചീവ്മെന്റ് ആൻഡ് എബിലിറ്റീസ് ദാറ്റ് നീഡ് ടു ബി അക്വയർഡ് അറ്റ് ഈച്ച് ഡെവലപ്മെന്റൽ സ്റ്റേജ്. ഏതാ മക്കളെ? ഡെവലപ്മെന്റൽ ടാസ്ക് ആണ് അല്ലേ? നമ്മൾ ഡെവലപ്മെന്റ് സ്റ്റേജിൽ ഓരോ സ്റ്റേജിലും നമ്മൾ അച്ചീവ് ചെയ്യേണ്ട, നമ്മളെ എബിലിറ്റീസ് നമ്മുടെ നീഡ് അച്ചീവ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മളെ എബിലിറ്റീസ് ഒക്കെ അച്ചീവ് ചെയ്യേണ്ട നമ്മൾ ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജിലും, അത് ഫിസിക്കലായാലും സോഷ്യലായാലും ഇന്റലക്ച്വൽ ആയാലും ഇമോഷണൽ ആയാലും നമ്മൾ അക്വയർ ചെയ്തെടുക്കേണ്ടത് ഏതാണ്? അതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റൽ ടാസ്ക്. ഓരോ സ്റ്റേജിലും നമ്മൾ എന്ത് ചെയ്യണം? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം നമ്മൾ അച്ചീവ് ചെയ്തെടുക്കണം അല്ലേ? അതിനാണ് നമ്മൾ ഡെവലപ്മെന്റൽ ടാസ്ക്. അഡോളസെന്റ് സൈക്കോളജിയിൽ എടുത്ത് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. നമുക്ക് സിലബസ് എടുത്ത് നോക്കി അറിയാലോ ഡെവലപ്മെന്റ് ടാസ്ക് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഇതും പലപ്പോഴായിട്ട് PYQ വരുന്നതാണ്. previously learned information interference with the recall of new information. ഏതാണ്? previously learned information interference with the recall of new information. പ്രോആക്റ്റീവ് ഇൻ്റർഫറൻസ് ആണ്. ഇത് ഓർത്ത് വയ്ക്കാൻ പ്രീവിയസ്ലി ഈ പി വെച്ചിട്ട് ഓർത്താൽ മതി. റെട്രോ ആക്റ്റീവ് ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പം ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ ഇൻ്റർഫറൻസ് വിത്ത് റീകോൾ ന്യൂ ഇൻഫർമേഷൻ. റെട്രോ ആക്റ്റീവ് പറയുമ്പോൾ ന്യൂ ഇൻഫർമേഷൻ ഇൻ്റർഫറൻസ് വിത്ത് ദ പ്രീവിയസ്ലി ലേൺഡ് ഇൻഫർമേഷൻ. അംനേഷ്യ എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്, ബുദ്ധിക്ക് ബാധിക്കുന്ന, ഓർമ്മശക്തിക്ക് ബാധിക്കുന്ന. അതേപോലെ ഒരു വേറൊരു അവസ്ഥയാണ് ഡിംനേഷ്യ എന്ന് പറഞ്ഞപ്പോൾ ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ പോലും നമുക്ക് അതിനെല്ലാം ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. സോ ഇത് ഇത്തരത്തിൽ പ്രോആക്റ്റീവും റെട്രോആക്റ്റീവും ഉൾപ്പെടുന്ന ക്വസ്റ്റ്യൻസും കാണാറുണ്ട്. Select the key factor for developing an individualized economic program for physically challenged student. IEP-യുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് ചോദിക്കുന്നത്? ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ആർക്കാണ്? ഫിസിക്കലി ചലഞ്ചഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് വേണ്ട ഇൻഡിവിജ്വലൈസ്ഡ് എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൻ്റെ കീ ഫാക്ടർ ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? പ്രിഫറൻസ് ഓഫ് ടീച്ചേഴ്സ്, സ്റ്റാൻഡർഡൈസ്ഡ് ടെസ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് റിസൾട്ട്, ഇൻപുട്ട് ഫ്രം ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് ബേസ്ഡ് ഓൺ പ്രീവിയസ് റിസൾട്ട്. ഈ IEP എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താണ്? ഒരു ചൈൽഡ് സെൻറ്റേർഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് അല്ലേ? ചൈൽഡ് സെൻറ്റേർഡ് അപ്രോച്ചാണ്. മാത്രമല്ല അത്തരത്തിലൊരു ഫിസിക്കലി ചലഞ്ചഡ് സ്റ്റുഡൻസിന് നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീ ഫാക്ടർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് ഫ്രം ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ് എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് PYQ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കുറേ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ? നമുക്ക് എളുപ്പത്തിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് സിലബസ് കവർ ചെയ്ത് ഏതൊരാൾക്കും 30+ മുകളിൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. കുറേ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എന്നാൽ ഇതുവരെ ചോദിക്കാത്ത നോം ചോംസ്കിയുമായി ബന്ധപ്പെട്ടുള്ള അത്തരത്തിലുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അപ്പം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് ഈ ഒരു ചോദ്യം നമ്മൾ അനലൈസ് ചെയ്യുന്നത് ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത്തരത്തിൽ PYQ കുറേ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുക. അപ്പോൾ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ക്ലാസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.